നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ താരരാജാവ് ലാലേട്ടന്റെ 64-ാം പിറന്നാളാണ് ഇന്ന്. കഴിഞ്ഞ 40 വർഷത്തോളമായി മലയാള സിനിമയുടെ മുഖമുദ്ര മാറ്റിമറിച്ച മനുഷ്യൻ, ദി കംപ്ലീറ്റ് ആക്ടർ. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ അവിശ്വസനീയമായ പ്രകടനം കൊണ്ട് എന്നും വിസ്മയിപ്പിക്കുന്ന ഒരാൾ. എങ്ങനെ ഇദ്ദേഹം നടനായി എന്നായിരിക്കില്ല ഓരോ മലയാളിയും ആലോചിക്കുന്നത്. പകരം നടൻ ആവാൻ വേണ്ടി മാത്രമാവില്ലേ ഇദ്ദേഹം ജനിച്ചത് എന്ന് മാത്രമായിരിക്കും. വില്ലനായി മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിയ മോഹൻലാൽ ആദ്യ സിനിമയ്ക്ക് വാങ്ങിയത് വെറും 200 രൂപയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏകദേശം 8 കോടിയോളം രൂപ വരും ഒരു സിനിമയ്ക്ക് അദ്ദേഹം കൈപ്പറ്റുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് ചെയ്യുന്നതിന് ഏകദേശം 18 കോടിയോളം രൂപയാണ് ലാലേട്ടൻ കൈപ്പറ്റുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് ലാലേട്ടൻ. 2019 ഹോബ്സ് ഇന്ത്യൻ റിപ്പോർട്ട് അനുസരിച്ച് 2019 മാത്രം മോഹൻലാൽ തന്റെ സിനിമകളിൽ നിന്നും 64.5 കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് മോഹൻലാൽ. വെള്ളിത്തിരയ്ക്ക് അപ്പുറം മോഹൻലാൽ വിവിധ ബിസിനസ് രംഗങ്ങളിലും സജീവമാണ്. റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹത്തിന്റെ ഏകദേശ ആസ്തി $50 മില്യൺ മുകളിലാണ്. അഭിനയത്തിന് പുറമെ സിനിമാ നിർമ്മാണത്തിലും വിദ്യാഭ്യാസ മേഖലയിലും മോഹൻലാലിന് നിക്ഷേപമുണ്ട്. കേരളത്തിന്റെ തലസ്ഥാന നഗരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിസ്മയാസ് മാക്സ് എന്ന ഫിലിം പ്രീ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലാണ്. കേരളത്തിലുടനീളമുള്ള സിനിമാ തിയേറ്ററുകളുടെ ഒരു ശൃംഖലയും അദ്ദേഹം നടത്തുന്നുണ്ട്. ലോയിഡ്, മൈജി, KLF, കോക്കനട്ട് ഓയിൽ, മണപ്പുറം ഫിനാൻസ്, ഹോട്ട്സ്റ്റാർ എന്നിങ്ങനെ നിരവധി ബ്രാൻഡുകളുടെ മോഡലാണ് മോഹൻലാൽ. കേരളത്തിലും ചെന്നൈയിലും മറ്റുമായി കോടികളുടെ ഫ്ളാറ്റും വീടുകളും ഉണ്ട്. കൊച്ചിയുടെ കണ്ണായ ഭാഗത്ത് കോടികൾ വിലയുള്ള വീടാണ് അമ്മയ്ക്കായി ലാൽ സ്വന്തമാക്കിയത്. മാത്രവുമല്ല, ദുബായിലെ അമ്പരചുംബിയായ ബുർജ് ഖലീഫയിൽ 29-ാം നിലയിലെ ഫ്ളാറ്റും മലയാളികളുടെ 6ാം തമ്പുരാന് സ്വന്തമാണ്. കോടികൾ വിലയുള്ള വാച്ചുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അടക്കം കോടികൾ വിലയുള്ള സ്വത്തുവകകളും താരത്തിനുണ്ട്. 3 കോടിയോളം രൂപ വിലയുള്ള ലംബോർഗിനി ഉറൂസ് മോഹൻലാലിന്റെ കൈവശമുണ്ട്. അതുപോലെ ടൊയോട്ട വെൽഫെയർ ഏകദേശം 1 കോടി രൂപയാണ്. മെഴ്സിഡീസ് ബെൻസ് GL 350 അതായത് ഏകദേശം 80 ലക്ഷം രൂപ, ടൊയോട്ടോ ലാൻഡ് ക്രൂയിസർ ഏകദേശം 2 കോടി രൂപ എന്നിവ നടന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു വിലയേറിയ കാറുകളാണ്. മാത്രമല്ല, എല്ലാ കാറുകളുടെയും ആകെ വില 20 കോടി രൂപയിൽ അധികമാകുമെന്നാണ് കണക്കാക്കുന്നത്. ഏകദേശം കോടികൾ വിലയുള്ള രത്നങ്ങൾ പതിപ്പിച്ച വാച്ചുകളും ലാലേട്ടന് സ്വന്തമാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.